ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീം ജയിൽ മോചിതനാകുന്നു. ജയിൽ ഉത്തരവിൽ ഒപ്പുവെച്ചിരിക്കുന്നു. രാജ്യം വിടാനുള്ള ഇമിഗ്രേഷൻ നടപടികളും പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് വിവരം. ഇമിഗ്രേഷൻ നടപടി കൂടി പൂർത്തിയായാൽ ഏത് സമയവും റഹീമിന് നാട്ടിലേക്ക് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിയമസഹായ സമിതി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കി വരുന്നു. സുരേഷ് വെല്ലുമുറ്റം ആദ്യം ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകും. സുരേഷ്, എത്രയും വേഗം, അതായത് അടുത്ത മണിക്കൂറുകളിൽ തന്നെ അബ്ദുൾ റഹീമിന് നാട്ടിലേക്ക് പോരാൻ കഴിയുമോ? ഏതായാലും ബലിപെരുന്നാളിന്റെ തൊട്ട് തലേ ദിവസം ഒരു വലിയ സന്തോഷ വാർത്തയാണ് നമുക്ക് നൽകാനുള്ളത്. കാരണം 20 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞ കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീം ജയിൽ മോചിതനാക്കുകയാണ്. സൗദി അറേബ്യയിലെ ക്രിമിനൽ കോടതി വധശിക്ഷ അടക്കം വിധിച്ച് ജയിലിൽ കഴിഞ്ഞിരുന്ന റഹീമാണ് ഇപ്പോൾ ജയിൽ മോചിതനാകാൻ പോകുന്നത്. അതിൽ റഹീമിനെ ജയിൽ മോചിതനാക്കാമെന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവിലാണ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. മാത്രമല്ല മറ്റ് നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആകെ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, ഈ നമ്മുടെ ഇന്ത്യൻ എംബസിയിൽ ഇക്കാര്യങ്ങൾ അറിയിക്കുകയും ഇന്ത്യൻ എംബസിയിൽ നിന്ന് വൈറ്റ് പാസ്പോർട്ട്, അത് കൃത്യമായി അവിടെ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വൈറ്റ് പാസ്പോർട്ട് ലഭിച്ച് ഇനി വിമാന ടിക്കറ്റ് എടുക്കണം. അതിനുശേഷം വിമാനത്താവളത്തിൽ നേരിട്ട് റഹീമിനെ കൊണ്ടുവരും. റിയാദിലെ വിമാനത്താവളത്തിൽ തന്നെ ആയിരിക്കും. അത് നേരിട്ട് അധികൃതർ വിമാനത്താവളത്തിനകത്തെത്തിച്ച് അവിടെ നിന്നും കയറ്റിയാക്കി ഡീപ്പോർട്ട് ചെയ്യുകയായിരിക്കും ചെയ്യുക. ഏതായാലും അത്തരം നടപടികൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. ഇപ്പോൾ വിമാനം ഏതാണെന്ന് നിശ്ചയിക്കണം, വിമാന ടിക്കറ്റ് കിട്ടണം. അതിന്റെ ഒരു താമസം ഉണ്ടാകും. ഇന്ന് തന്നെ രാത്രിയിൽ തന്നെ റഹീമിനെ പരമാവധി നാട്ടിലേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോൾ നിയമസഹായ സമിതിയും എല്ലാവരും തന്നെ ശ്രമിക്കുന്നത്. കാരണം റഹീമിന്റെ മോചനം ഏത് സമയത്തും ഉണ്ടാകാമെന്നുള്ള ഒരു സാഹചര്യമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് നടപടികളൊക്കെ തന്നെ നിയമസഹായ സമിതിയും ഇന്ത്യൻ എംബസിയും ഒക്കെ പൂർത്തിയാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ അടുത്ത മണിക്കൂറിൽ തന്നെ റഹീമിനെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ശരി, സുരേഷ് വെല്ലുമുറ്റമാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും വേഗത്തിൽ അബ്ദുൾ റഹീമിനെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. വലിയ പ്രതീക്ഷയോടെ തീർച്ചയായും റഹീമിന്റെ വീട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ കാത്തിരിക്കാൻ 20 വർഷങ്ങൾക്ക് ശേഷമാണ് റഹീമിനെ കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, ഇതിനു മുൻപ് റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ നിറയുന്ന വേളയിൽ റഹീമിന്റെ ഉമ്മയുടെ പ്രതികരണമൊക്കെ കണ്ടിരുന്നു. പിന്നീട് അത് തടസ്സപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. ഉടനെ മോചനം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ വീണ്ടും അത് അനിശ്ചിത കാലത്തേക്ക് നീണ്ടുപോകുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി. എപ്പോഴൊക്കെ വളരെ വൈകാരികമായ അവസ്ഥയിലൂടെയാണ് ആ കുടുംബവും ഒക്കെ കടന്നുപോയത്. ഇപ്പോൾ അവരെ സംബന്ധിച്ച് വലിയ, നേരത്തെ സുരേഷ് വെല്ലുമുറ്റം സൂചിപ്പിച്ചതുപോലെ പെരുന്നാൾ തലേന്ന് തന്നെ വളരെ സന്തോഷകരമായ ഒരു വാർത്ത വീട്ടുകാർക്ക് കിട്ടുകയാണ്. കോഴിക്കോട് സ്വദേശിയായ അബ്ദുൾ റഹീം എത്രയും വേഗം ഇന്ത്യയിലേക്ക്, നാട്ടിലേക്ക് മടങ്ങിയെത്തും. സുരേഷ് വെല്ലുമുറ്റം തുടരുന്നത്. സുരേഷ്, ഒരു നീണ്ടകാലത്തെ ഒരു നിയമ പോരാട്ടമാണ് എത്രയോ അല്ലേ? കേരളം മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട എന്റെ ചർച്ചകളിൽ പങ്കാളികളായിരുന്നു. എങ്ങനെയും ഒരു മോചനം സാധ്യമാകാൻ ഉള്ള വലിയ ശ്രമങ്ങൾ നടന്നു. ആരൊക്കെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ നേതൃത്വം എടുക്കുകയും ഇതിന്റെ ഒരു വഴി എങ്ങനെയായിരുന്നു? ഇതിൽ ഏറ്റവും പ്രധാനം, ഇപ്പൊ 2004 അബ്ദുൾ റഹീം സൗദി അറേബ്യയിൽ എത്തുന്നത്. 2004 നവംബർ 26 സൗദി അറേബ്യയിൽ എത്തുന്നു. ഡിസംബർ 24 ഈ സംഭവം സംഭവിക്കുന്നു. 15 വയസ്സ് മാത്രമുള്ള അനസ് എന്ന് പറയുന്ന സൗദി ബാലനാണ് മരിക്കുന്നത്. അതേ തുടർന്നാണ് കേസ് ഉണ്ടാവുന്നത്. അവിടെ വെച്ച് തന്നെ അബ്ദുൾ റഹീമിനെയും അബ്ദുൾ റഹീമിന്റെ ബന്ധുവിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം വധശിക്ഷ അടക്കമുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പക്ഷെ ആരൊക്കെ സഹായിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മലയാളികൾ എല്ലാവരും സഹായിച്ചു എന്ന് വേണം പറയാൻ. കാരണം അത്രയ്ക്ക് വലിയ ഭീമമായിട്ടുള്ള ഒരു തുക, 34 കോടിയോളം രൂപ അവരുടെ കുടുംബത്തിന് നൽകേണ്ടിയിരുന്നു. അപ്പോൾ അത്രയ്ക്ക് വലിയൊരു തുകയൊക്കെ മലയാളികൾ എല്ലാവരും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി സഹായിച്ചിട്ടാണ് അത്ര വലിയ തുക സമാഹരിക്കുന്നതും അനസിന്റെ കുടുംബത്തിന് ദിയാധനമായി മോചനദ്രവ്യ, ഈ വധശിക്ഷ ഒഴിവാക്കാനുള്ള ദിയാധനമായി ആ പണം നൽകുകയും ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും സൗദി അറേബ്യയിലെ നിയമം അനുസരിച്ച് വധശിക്ഷ റദ്ദാക്കിയാൽ പോലും കൊലപാതക കേസ് അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ കൊലപാതക കേസിൽ പബ്ലിക് റൈറ്റ് പ്രകാരമുള്ള കൊലപാതക കേസിലെ ക്രിമിനൽ കുറ്റം, അത് ശിക്ഷ അനുഭവിക്കണമെന്നും തന്നെയാണ് അന്ന് കോടതി വിധിച്ചത്. 20 വർഷത്തെ തടവ് ശിക്ഷയാണെന്ന് വിധിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാലം 2006 മുതൽ ഇതുവരെയുള്ള കാലാവധിയെല്ലാം നോക്കിയതിനു ശേഷം 20 വർഷം ശിക്ഷാ കാലാവധി പൂർത്തിയാകുമ്പോഴാണ് അവസാനം ഇപ്പോൾ ജയിൽ മോചന ഉത്തരവ് വരുന്നത്. ഈ മാസം 19-ാം തീയതിയാണ് 20 വർഷം പൂർത്തിയായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഒരുപക്ഷെ നമ്മൾ അന്ന് പ്രതീക്ഷിച്ചിരുന്നു 19-ാം തീയതി തന്നെ മോചനം ഉണ്ടാകുമെന്ന്. എന്നാൽ പിന്നീട് അറബിക് കലണ്ടർ പ്രകാരമുള്ള തീയതി എന്നുള്ള ഒരു ചെറിയൊരു ആശയക്കുഴപ്പമൊക്കെ വന്നതുകൊണ്ട് പിറ്റേ ദിവസം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ അപ്പോഴും നിയമ നടപടികളൊക്കെ നീണ്ടുപോകുകയായിരുന്നു. പ്രത്യേകിച്ച് നിയമ നടപടി എന്ന് പറയുമ്പോൾ ജയിൽ മോചന ഉത്തരവ് ലഭിക്കേണ്ടിയിരുന്നു. പിന്നീട് സൗദി അറേബ്യയിൽ പൊതു അവധി ആരംഭിച്ചു. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പൊതു അവധിയും ആരംഭിച്ചു.
അപ്പോൾ സ്വാഭാവികമായും ഇത് നീണ്ടുപോകുമോ എന്നുള്ള ഒരു ആശങ്ക നമുക്കുണ്ടായിരുന്നു. പക്ഷേ UAE അടക്കം അല്ലെങ്കിൽ സൗദി അറേബ്യ അടക്കം എല്ലാ ഗൾഫ് ശരി രാജ്യങ്ങളിലും സുരേഷ്, എന്തായാലും വളരെ പ്രതീക്ഷയോടെ കുടുംബം കാത്തിരിക്കുകയാണ്. ഇനി ഇത്രയും വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പാണ്. വളരെ കുറച്ച് മണിക്കൂറുകൾ കൂടി ക്ഷമിച്ചിരുന്നാൽ അവർക്ക് അവരുടെ പ്രിയപ്പെട്ടവനെ കാണാനുള്ള അവസരമാണ്. തീർച്ചയായും ഇത്രയും കാലങ്ങൾക്ക് ശേഷം സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരാൻ കഴിയുന്നതിൻ്റെ ഒരു വലിയ ആഹ്ലാദവും ഒക്കെ ആശ്വാസവും ഒക്കെ അബ്ദുൾ റഹീമിനും ഉണ്ടാകും.